ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജയ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ എന്നും വീട്ടിൽ ചെയ്യാറുള്ള, പ്രത്യേകിച്ച് സദ്യക്കൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് വിളമ്പാറുള്ള നമ്മുടെ മത്തൻ എലിശ്ശേരി. ഇന്ന് അതിൻ്റെ ആ മത്തൻ എലിശ്ശേരി എങ്ങനെയാണ് ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്നത്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലെ മത്തൻ, നല്ല പച്ച മത്തനാണ്. ഒരു ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് കുറച്ച് മത്തൻ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് കുറച്ച് തേങ്ങ, ഒരു ഹാഫ് മൂടി തേങ്ങ, ഏകദേശം അത് മുഴുവനും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് കുറച്ച് ജീരകം, കുരുമുളക്, അതേപോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു കടായി അടുപ്പിലേക്ക് വെച്ച് അടുപ്പ് കത്തിച്ചു. ഇനി ഈ കടായിലേക്ക് നമ്മൾ ഈ മത്തൻ കഷ്ണങ്ങളൊക്കെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, കാരണം ലൂസായിട്ടുള്ള ഒരു വിഭവമല്ല ഈ മത്തൻ എലിശ്ശേരി, കുറച്ച് തിക്കായിട്ടിരിക്കേണ്ട ഒരു ഐറ്റമാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ മഞ്ഞപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ഈ മുളക് പൊടിയും, എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി മുഴുവനും ഞാൻ ചേർക്കുന്നുണ്ട്, കാരണം ഒരു 2 സ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് തൊട്ട് ഒരു 7 മിനിറ്റ് വരെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മത്തനൊക്കെ ഇവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്, അത് വേവട്ടെ. അതിൻ്റെ അകത്ത് ആ സമയത്തിനകത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് ഈ ജീരകവും കുരുമുളകും ചേർത്ത് അരച്ചെടുക്കാം. ഞാനിതിങ്ങനെ കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. തേങ്ങ ചിരവി വെക്കാറില്ല, മിക്കവാറും ഇവിടെ ഞാൻ ഇങ്ങനെ ഉപയോഗിക്കാറുള്ളത്. എന്നിട്ട് മിക്സിയിലൊന്ന് അടിച്ച് വേണ്ട രീതിയിൽ അരച്ചെടുക്കേണ്ടതാണെങ്കിൽ അരയ്ക്കും, അതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചിരകിയ പരുവത്തിലാണെങ്കിൽ ഒന്ന് അടിച്ചെടുക്കും. അങ്ങനെ ഞാനിവിടെ തേങ്ങ ചെയ്യാറുള്ളത്. ഇവിടെ പൊതുവേ ഞാൻ ചിരകാറില്ല. തേങ്ങ ഒന്ന് പൊടിച്ചു. ഇനി നമുക്ക് ഈ ജീരകവും കുരുമുളകും അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഇടയിൽ ഒരു പ്രാവശ്യം ഞാനിതൊന്ന് തുറന്ന് നോക്കി, അപ്പോൾ വെന്ത് തുടങ്ങി. എന്നാലും കുറച്ചുകൂടെ മത്തൻ എലിശ്ശേരിയൊക്കെ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ നന്നായി വേവണം. അതിനുവേണ്ടി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഒരു 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി, കുറച്ചുകൂടെ നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കുന്നതിനെക്കാട്ടിലും ഒന്ന് ഉടഞ്ഞിട്ടുള്ള ഒരു പരുവായിരിക്കും എലിശ്ശേരിക്ക് എപ്പോഴും നല്ലത്. മിക്സിയിൽ ഈ തേങ്ങയും ജീരകവും കുരുമുളകും നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം അരച്ചു കൊടുത്തത് നല്ലപോലെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറും ഒന്ന് അതിലുള്ളതും എല്ലാം ഒന്ന് നന്നായിട്ട് എടുത്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ തേങ്ങയൊക്കെ നന്നായിട്ട് ഈ കഷ്ണത്തിലേക്കും അതുപോലെ ഈ മുളക് പൊടി എല്ലാം ഒന്ന് നന്നായിട്ട് ചേർന്ന് യോജിച്ച് നല്ലൊരു ടേസ്റ്റ് വരണം. അതിനു വേണ്ടി കുറച്ച് നേരം ഒന്ന് ഇതിൽ കിടന്ന് ഇങ്ങനെ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ മത്തൻ എലിശ്ശേരി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഏകദേശം അല്ല, റെഡിയായി കഴിഞ്ഞു മിക്കവാറും. അതായത് ഇതിപ്പോൾ നല്ലപോലെ ആ തേങ്ങ അരച്ചതും മത്തൻ കഷ്ണങ്ങളും ഒക്കെ നന്നായിട്ട് യോജിച്ച് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വന്നു കഴിഞ്ഞു. അതായത് ഇങ്ങനെ ഇത്രയും ഈ ഒരു തിക്കായിട്ടുള്ള ഒരു പരുവത്തിലായിരിക്കണം ഇത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ മത്തൻ എലിശ്ശേരി സദ്യക്കൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പം നമ്മളിതിപ്പോൾ സാധാരണ വീട്ടിൽ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനാണെങ്കിലും ഇങ്ങനെയാണ് അതിൻ്റെ രീതി. ഇങ്ങനെ തന്നെയാണ് മത്തൻ എലിശ്ശേരി വെക്കാറുള്ളത് ഞങ്ങളിവിടെ. പിന്നെ ഇനി നമുക്ക് ഇതിലൊരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് ഇപ്പോൾ ഇത് റെഡിയായി, ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചെറിയൊരു താളിപ്പാണ്. അതിനായിട്ട് വേറൊരു ചീൻചട്ടി, അതായത് ചെറിയൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മത്തൻ എലിശ്ശേരിക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറുത്തിടേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി കഴിഞ്ഞു. ഇനി വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം.
കടുക് നല്ലപോലെ പൊട്ടി തുടങ്ങി. കടുക് കംപ്ലീറ്റ് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഞാനിവിടെ വേറെ കുറച്ച് തേങ്ങ ഇങ്ങനെ ഒന്ന് ചിരവിയ പോലുള്ള തേങ്ങയാണ്. അത് ചിരവിയതല്ല, ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ചിരകുന്നവർക്ക് ചിരകി ഉപയോഗിക്കാം. അങ്ങനെ ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത്രയുമാണ് താളിപ്പിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷം, ഒന്ന് കളറൊക്കെ മാറി തേങ്ങ ഒന്ന് ചുമന്ന് നല്ലപോലെ മൂക്കണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ ചെറുതായി വെച്ചാൽ മതി. കാരണം ഒരുപാട് ഫുൾ ഫ്ലെയിമൊക്കെ വെച്ചാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് നല്ല ചുമന്ന് തുടങ്ങി. ഇത്രയും മതി. ഈ സമയത്ത് നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല രസമാണ് ഈ മത്തനെൽ ശൈലിയിൽ ഇങ്ങനെ താളിച്ചിട്ടത് കാണാനായിട്ട്. ഇനി ഇത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നല്ലപോലെ ഇളക്കി ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ചെറുതായിട്ട് കുറച്ച് മാത്രം എടുത്ത് നോക്കിയതാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മോൾക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും അവളെ കുറച്ച് കഴിപ്പിക്കാറുണ്ട്. നല്ല എന്താ പറയുക, നല്ല ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ഈ മത്തൻ. നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ പല കാര്യങ്ങൾക്കും വളരെ നല്ലതാണ്. അതുകൊണ്ട് മത്തൻ എലിശ്ശേരിയൊക്കെ ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിനും നല്ലതാണ്. നല്ലൊരു വെറൈറ്റി ഡിഷുമാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.